തിരിച്ചു ചെല്ലുമ്പോ വഴക്ക് കിട്ടുന്ന മട്ടാണ്. നിയമം തെറ്റി നടക്കുന്നതിന്. നിയമമോ? അവിടെയുണ്ടോ നിയമങ്ങൾ? കൊള്ളാം, അതേ ഉള്ളൂ. നിയമങ്ങളുടെ 100 കുരുക്കുകളിൽ കുടുങ്ങിയാണ് ഓരോ ഗന്ധർവന്റെയും ഓരോ നിമിഷവും. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാം. സൂര്യന്റെയും ചന്ദ്രന്റെയും കാലടി വെപ്പുകൾ അളന്നു കൂട്ടിയിട്ട് വേണം അനങ്ങാൻ പോലും. അതിനിപ്പോ എന്ത് നിയമോ തെറ്റിച്ചത്? പലതും. തേടിപ്പിടിച്ച പൂവിൽ നിന്ന് തേൻ വലിച്ചെടുക്കുന്ന കാട്ടുവണ്ടിന്റെ വേഗതയിൽ കീഴടക്കുന്ന പെൺകുട്ടിയുടെ കന്യകാത്വം വലിച്ചു കുടിച്ചുകൊള്ളണമെന്നാണ് ഞങ്ങളുടെ കൽപ്പന. ഞാനത് തെറ്റിച്ചിരിക്കുകയല്ലേ ഈ നിമിഷം വരെ. ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ, ഒരു പെണ്ണിന്റെ സ്നേഹം വാങ്ങാൻ അതിനൊന്നിനും ഞങ്ങൾക്ക് അവകാശമില്ല. ആദ്യ സ്പർശത്തിൽ തന്നെ മനുഷ്യ സ്ത്രീയെ കീഴടക്കി കൊള്ളണം. അടിമകളാക്കാം, ഇരകളാക്കാം. തൊണ്ടാകുമ്പോൾ പുതിയ ഇര തേടി പറന്നു പൊയ്ക്കൊള്ളണം. അങ്ങനെ പാടുള്ളൂ, ഇല്ലെങ്കിൽ ശിക്ഷയാണ്. എന്താ ശിക്ഷ? അതൊക്കെ പറയാൻ തുടങ്ങിയാൽ ഇപ്പോഴൊന്നും അവസാനിക്കില്ല. തന്നെയുമല്ല, തൽക്കാലം അത് കുട്ടി അറിയേണ്ട കാര്യങ്ങളല്ല. പുലരുന്നു. പുലർന്നോട്ടെ. പുലരുമ്പോ മുറിയിലുണ്ടാവണ്ടേ? വീട്ടിലെല്ലാവരും തിരക്കില്ലേ? തിരക്കട്ടെ. ഇപ്പൊ നമുക്ക് പോവാം. ഞാൻ പിന്നെ വന്നോളാം. വേണ്ട. വരണ്ടേ? നീ വരണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വരാതിരിക്കും എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? ഇല്ല. പിന്നെ എന്തിനീ പിണക്കം? ആരെങ്കിലും കണ്ടാൽ ഉടനെ എന്തിനാ ഇങ്ങനെ ഓടിപ്പോന്നത്? ഒരു കള്ളനെ പോലെ എന്നോടൊന്ന് പറയുക പോലും ചെയ്യാതെ പെട്ടെന്ന് അങ്ങ് ഓടിപ്പോന്നതാ എനിക്ക് പിടിക്കാത്തത്. കുട്ടിയല്ലാതെ വേറൊരാളെന്നെ കണ്ടാൽ? കണ്ടാൽ എന്താ കുഴപ്പം? ഇതുപോലെ കണ്ടാൽ ഒരു ദോഷവും ഇല്ല. ആരാണെന്ന് ചോദിച്ചാൽ? എന്റെ ഫ്രണ്ട് ആണെന്ന് പറയും, ഇല്ലേ കസിനാന്ന് പറയും. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ? അത് ഞാൻ നോക്കിയോളാം. എങ്കിൽ ഇനി അങ്ങനെ ഓടിപ്പോയില്ല. സത്യം? സത്യം. വീണ്ടും ഒരു കൽപ്പന കൂടി ലംഘിക്കുകയാണ്. എങ്ങനെ? ഒരു സമയത്ത് ഒന്നിലേറെ മനുഷ്യരുടെ മുന്നിൽ പെടാൻ പാടില്ല എന്നൊക്കെയാണ്. പക്ഷേ അത് സാരമില്ല. സ്വർഗത്തിന്റെ കൽപ്പനകളെക്കാൾ നീ പറയുന്ന അനുസരിക്കാനാണ് ഇപ്പോഴെനിക്കിഷ്ടം. മറ്റത് മടുത്തു.